ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, നാളെ കെമിസ്ട്രി എക്സാം നല്ല അടിപൊളിയായിട്ട് നമുക്ക് എഴുതാൻ പോവാണല്ലേ. ഒരു ടെൻഷനും വേണ്ടല്ലോ. ഇന്നലെ നമ്മളൊരു ഫുൾ ചാപ്റ്റർ ഫുൾ ലെങ്ത് റിവിഷൻ കഴിഞ്ഞല്ലോ. നല്ല അടിപൊളിയായി തന്നെ നിങ്ങൾ ഒരു വർഷം എടുത്ത് പഠിച്ച കാര്യം നമ്മൾ ഒരൊറ്റ ലൈവിൽ പഠിച്ചല്ലോ. മക്കളെല്ലാവരും ആ കോൺഫിഡൻസിലാണ് എന്ന് തന്നെയാണ് സാറിന് വിശ്വാസം. ഇനിയും പേടിക്കേണ്ട നിങ്ങൾ. ഇന്ന് വൈകുന്നേരം നമ്മൾ ഫുൾ ക്വസ്റ്റ്യൻസുമായിട്ട് വരുന്നുണ്ട്. നല്ല പാക്ക് ക്വസ്റ്റ്യൻസ് ആയി വരുന്നുണ്ട്. പോരാ, നാളെ രാവിലെ 6:30 നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണോ ഈ പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് അതേ ടൈപ്പ് ക്വസ്റ്റ്യൻസുമായിട്ട് ഞങ്ങൾ നാളെ രാവിലെയും വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങൾ എന്ത് പേടിക്കാനാ? ഈ ലൈവിലൊക്കെ കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കെമിക്കൽ റിയാക്ഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് അഥവാ ഓർഗാനിക സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ എന്നുള്ളത്. ആ ഒരു റിയാക്ഷൻസ് ഏതൊക്കെയാണ്? ആ 5 ടൈപ്പ് റിയാക്ഷൻസ് നമ്മളൊന്ന് റിവൈസ് ചെയ്ത് നോക്കിയാലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്തായാലും ഇതിന് ഉറപ്പാണ്, അതിലൊരു സംശയവും ഇല്ല കേട്ടോ. ഓക്കെ, ആദ്യത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് അഥവാ ആദേശ രാസപ്രവർത്തനമാണ്. മക്കൾ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും സാച്ചുറേറ്റഡ് ആയിട്ടുള്ള അഥവാ പൂരിതമായിട്ടുള്ള ഹൈഡ്രോ കാർബണിൽ മാത്രമേ എന്ത് നടക്കുകയുള്ളൂ? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുകയുള്ളൂ. ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത് ഏതാണ്? ഒന്ന് CH4 ഉള്ള എക്സാമ്പിൾ ആണ്, അഥവാ മീഥൈനിൽ നിന്നുള്ള എക്സാമ്പിൾ ആണ്. മീഥൈൻ എന്ന് പറയുമ്പോൾ CH4 ആണല്ലോ. CH4ലേക്ക് Cl2 ചേർത്താൽ എന്ത് ലഭിക്കും? മക്കളെ, ഒരു കാർബണും 4 ഹൈഡ്രജനും ഉള്ളത് അതെന്താണ്? അത് പൂരിത ഹൈഡ്രോ കാർബൺ ആണ്, സാച്ചുറേറ്റഡ് ആണ് മീഥൈൻ എന്ന് പറയുന്നത്. അപ്പോൾ 2 ക്ലോറിൻ അവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഇവിടെ ഉള്ള ഒരു ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യും അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു ഹൈഡ്രജൻ അവിടുന്ന് കുറയും. അപ്പോൾ CH3 എന്നായി മാറും. അപ്പോൾ ആ പോയ ഹൈഡ്രജന് പകരം ആര് കയറണം? ക്ലോറിൻ കയറണം. അപ്പോൾ Cl എന്ന് വരും. ഓക്കെ, പ്ലസ് എന്തുണ്ടായിരിക്കും? ഇവിടെ നിന്നും പോയ ഒരു ഹൈഡ്രജൻ ഉണ്ടല്ലോ, ഇവിടെ ബാക്കി 2 ക്ലോറിൻ ഉള്ളതിൽ ഒരു ക്ലോറിനല്ലേ ഇങ്ങോട്ട് കയറിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു ക്ലോറിൻ ബാക്കിയുണ്ട്, അവരെന്തായി മാറും? HCl ആയി മാറും. ഇപ്പം എന്താ അവിടെ കിട്ടിയത്? ക്ലോറിനുള്ള മീഥൈൻ അഥവാ ക്ലോറോ മീഥൈൻ കിട്ടി. ഇനി വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എഴുതി വെക്കാം. ഓക്കെ, എങ്ങനെയാണ്? CH3Cl പ്ലസ് Cl2 ഗീവ്സ് എന്താ കിട്ടുക? ഒരു ഹൈഡ്രജനും കൂടി ഇനി റീപ്ലേസ് ചെയ്യാണ്. അപ്പോൾ CH2 എന്നായി മാറി. ഒരു ക്ലോറിനും കൂടി ഏറെ വരും. അപ്പോൾ Cl2 എന്നായി മാറി പ്ലസ് HCl. അപ്പോൾ ഇവിടെ എന്താ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഇവിടുത്തെ ട്രിക്ക് എന്താണ്? നമുക്ക് എന്താണോ തന്നത് അതിൽ നിന്നും ഒരു ഹൈഡ്രജനെ നമ്മൾ കുറയ്ക്കുകയും എന്താണോ ആഡ് ചെയ്യാൻ തന്നത് അതൊന്ന് കൂട്ടുകയും ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് എഴുതി നോക്കാം നമുക്ക്. CH2Cl2 എന്നുള്ളതിലേക്ക് വീണ്ടും സാറ് Cl2 ചേർക്കുന്നു. അങ്ങനെയാണെങ്കിൽ മക്കളെ ഒന്ന് പറഞ്ഞു നോക്കിയാൽ നിങ്ങൾ, അതായത് എന്താ തന്നത്? CH2Cl2. അപ്പോൾ അതിൽ നിന്നും ഒരു ഹൈഡ്രജൻ കുറയ്ക്കുക. അപ്പോൾ CH2 എന്നുള്ളത് എന്തായി മാറി? CH എന്നായി മാറി. ഇനി എന്താ നമുക്ക് ചേർക്കാൻ തന്നത്? ക്ലോറിൻ അല്ലേ. അപ്പോൾ 2 ക്ലോറിൻ ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പോൾ ഒരു ക്ലോറിനും കൂടി കൂടുമ്പോൾ Cl3 എന്നായി മാറി. പ്ലസ് എന്തായി മാറും? HCl എന്നുണ്ടാകും. ഓക്കെ, ലാസ്റ്റ് ആയിട്ട് നമുക്ക് മുഴുവൻ ഹൈഡ്രജനെയും റീപ്ലേസ് ചെയ്യാൻ പോവാണ്. CHCl3യിലേക്ക് വീണ്ടും ക്ലോറിൻ ചേർത്താൽ ഇനി ഹൈഡ്രജൻ അവിടെ ആകെ ഒരു ഹൈഡ്രജനല്ലേ റീപ്ലേസ് ചെയ്യാനുള്ളൂ. ആ ഹൈഡ്രജനെയും ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ കാർബണേ ഉണ്ടാവുകയുള്ളൂ. ബാക്കി മൊത്തം എന്തായി മാറും? ക്ലോറിനായി മാറും. ഓക്കെ, അപ്പോൾ HCl എന്ന് നമുക്ക് ബാക്കി എഴുതാൻ പറ്റും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് മക്കളെ. ഈ കാണുന്ന ഇതിൻ്റെ പേരുകൾ, ഇത് ക്ലോറോമീഥൈൻ, ഇത് ഡൈക്ലോറോമീഥൈൻ, ഇത് ട്രൈക്ലോറോമീഥൈൻ, ഇത് ടെട്രാക്ലോറോമീഥൈൻ. മക്കളെ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരുവനാണ് ട്രൈക്ലോറോമീഥൈൻ. ഇവനെയാണ് ക്ലോറോഫോം എന്ന് വിളിക്കുക. പോയിന്റ് നമ്പർ 1 ഓർത്തു വെക്കണം. CCl4 എന്നുള്ളതിനെ ടെട്രാക്ലോറോമീഥൈൻ എന്നോ അല്ലെങ്കിൽ കാർബൺ ടെട്രാക്ലോറൈഡ് എന്നോ വിളിക്കാം. ഇങ്ങനെയുള്ള ഏത് തന്നാലും മക്കൾക്ക് എഴുതാനായിട്ട് സാധിക്കണം. 2-3 എക്സാമ്പിൾ സാർ വെറുതെ എങ്ങനെ നോക്കാം കേട്ടോ. ഓക്കെ, മക്കളോട് ചോദിക്കുകയാണ് C3H8 + Br2 എന്ന് ചോദിച്ചു. അങ്ങനെ ആകുമ്പോൾ മക്കൾ നോക്കുക, ഇത് സാച്ചുറേറ്റഡ് ആണോ എന്ന് ആദ്യം നോക്കണം. കാരണം എന്താണ്? സാച്ചുറേറ്റഡ് ആണെങ്കിൽ മാത്രമേ, പൂരിതമാണെങ്കിൽ മാത്രമേ എന്ത് നടക്കുകയുള്ളൂ? സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുകയുള്ളൂ. 3 കാർബൺ 8 ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ CnH2n+2 എന്ന ഫോർമുലയല്ലേ, അഥവാ ആൽക്കൈൻ ആണ്, അഥവാ സാച്ചുറേറ്റഡ് ആണ്. അങ്ങനെയാണ് ഇവിടെ എന്താ നടക്കുക? സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഗീവ്സ് എന്ത് കിട്ടും? സാറ് പറഞ്ഞത് ആലോചിക്കുക. എന്താണോ തന്ന സാധനം അതിൽ നിന്നും കാർബൺ അല്ല ഹൈഡ്രജൻ്റെ എണ്ണം കുറയ്ക്കുക. അപ്പോൾ 8 ഹൈഡ്രജൻ ഉള്ളത് എന്താവും? 7 ഹൈഡ്രജൻ ആവും. ആരെയാണ് നമുക്ക് ചേർക്കാൻ തന്നത്? Br2 ആണ്. അങ്ങനെയാണ് ഇവിടെ ഒരു Br ഇട്ട് കൊടുക്കുക. പ്ലസ് എന്തുണ്ടാകും? നമുക്ക് അവിടുന്ന് പോയ ഒരു ഹൈഡ്രജനും ബാക്കിയുള്ള ഒരു Br കൂടി HBr. സിമ്പിൾ അല്ലേ ക്വസ്റ്റ്യൻസ്? ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഏത് ടൈപ്പ് ആദേശ രാസപ്രവർത്തനങ്ങളും അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസും മക്കൾക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണ്? സാറ് പറഞ്ഞു, ഒന്ന്, പൂരിത ഹൈഡ്രോ കാർബണുകളിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. രണ്ടാമത്തത് എന്താണ്? ഹൈഡ്രജന്റെ എണ്ണം ഓരോ സ്റ്റെപ്പിൽ ഇങ്ങനെ കുറഞ്ഞു വരിക എന്നുള്ളതാണ് മക്കൾ ഓർത്ത് വെക്കേണ്ടത്. പിന്നെ ഒരു ട്രിക്ക് എന്താണ്? ഈ റിയാക്ഷൻ കണ്ടാൽ തിരിച്ചറിയാം HCl അല്ലെങ്കിൽ HBr പോലെയുള്ള ബൈ പ്രൊഡക്ട്സ് ഈ റിയാക്ഷനിൽ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ കാണുകയാണെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്, ആദേശ രാസപ്രവർത്തനമാണെന്ന് മക്കൾ മനസ്സിലാക്കി വെക്കുക. അടുത്ത എന്താ മക്കളെ? അഡീഷൻ രാസപ്രവർത്തനം എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾ നേരത്തെ വിപരീതമായിട്ട് ഇത് അൺസാച്ചുറേറ്റഡ് അല്ലെങ്കിൽ അപൂരിതമായിട്ടുള്ള ഹൈഡ്രോ കാർബണുകളിൽ മാത്രം
മാത്രമേ നടക്കുകയുള്ളൂ. പോരാ, അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണിനെ സാച്ചുറേറ്റഡ് ആക്കി മാറ്റാനുള്ള ഒരു പ്രോസസ്സാണ് അഡീഷൻ റിയാക്ഷൻ. എങ്ങനെ? അപൂരിത ഹൈഡ്രോ കാർബണുകളെ പൂരിത ഹൈഡ്രോ കാർബണുകളാക്കി മാറ്റാനുള്ള. അപ്പോൾ അത് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. എന്താണ് അപൂരിത ഹൈഡ്രോ കാർബണുകളെ പൂരിത ഹൈഡ്രോ കാർബണുകളാക്കുന്ന റിയാക്ഷൻ? ഏതാണ്? അഡീഷൻ റിയാക്ഷൻ ആണ് എന്ന് മക്കൾ എഴുതി വെക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എക്സാമ്പിൾ നോക്കാലോ. അപൂരിതം എന്ന് പറയുമ്പോൾ ഇതിന്റെ എക്സാമ്പിൾ ആണ് CH2 ഡബിൾ ബോണ്ട് CH2 അഥവാ ഈഥീൻ ആണ്. മക്കളെ, ഇതിലേക്ക് ഞാൻ ഹൈഡ്രജൻ ചേർക്കുന്നു, H2 ചേർക്കുന്നു. H2 ചേർക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇവിടെ 2 ഹൈഡ്രജൻ ഉള്ളത് എന്താണോ നമുക്ക് ചേർക്കാൻ തന്നത് അത് തുല്യമായി വീതിച്ച് എവിടെയാണോ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉള്ള കാർബൺ അവന് കൊടുക്കുക എന്നുള്ളതാണ് പ്രോസസ്സ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ CH2 എന്നുള്ളത് CH സിംഗിൾ ബോണ്ടായി മാറും, CH. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായി മാറി. അതിനെങ്ങനെയാണ് മാറിയത്? ഈ ഡബിൾ ബോണ്ട് പൊട്ടിയിട്ട് അതിൻ്റെ ഒരു ഭാഗം ഇവിടെയും ഒരു ഭാഗം ഇവിടെയും വന്നു. ഇവിടെയുള്ള 2 ഹൈഡ്രജൻസ്, ഒരു ഹൈഡ്രജൻ ഇവിടേക്കും ഒരു ഹൈഡ്രജൻ ഇവിടേക്കും പോയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും CH3 എന്നായി മാറി. അപ്പോൾ എന്താ അഡീഷൻ റിയാക്ഷൻ്റെ ട്രിക്ക് നിങ്ങളെ മനസ്സിൽ വേണ്ടത്? ഡബിൾ ബോണ്ട് ഉള്ളത് സിംഗിൾ ബോണ്ട് ആവുക, ട്രിപ്പിൾ ബോണ്ട് ഉള്ളത് ഡബിൾ ബോണ്ട് ആവുക. അങ്ങനെ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ അത് ഡബിൾ ബോണ്ട് ആവും, പിന്നെ സിംഗിൾ ബോണ്ട് ആവും. ഡബിൾ ബോണ്ട് ആണെങ്കിൽ അത് നേരെ എന്തെങ്കിലേക്കാവും? സിംഗിൾ ബോണ്ട് ആവും. അത് എന്തായാലും അൺസാച്ചുറേഷനിൽ നിന്നും സാച്ചുറേഷനിലേക്ക് പോകും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി വേറെ എക്സാമ്പിൾ നോക്കാം മക്കൾക്ക്. CH2 ഡബിൾ ബോണ്ട് CH2 തന്നെ എടുത്തു ഞാൻ. അതിലേക്ക് സാറ് ചേർത്തത് Cl2 ആണെങ്കിൽ മക്കൾ എന്താ നോക്കേണ്ടത്? നേരത്തെ H2 ആണ് തന്നത്, അപ്പോൾ രണ്ടിനും ഹൈഡ്രജൻ കൊടുത്തു. ഇവിടെ Cl2 ആണ് തന്നത്, അപ്പോൾ രണ്ടിനും ക്ലോറിൻ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ CH2Cl സിംഗിൾ ബോണ്ട് CH2Cl. മക്കളെ മനസ്സിലായിട്ടുണ്ടല്ലോ? അതായത് 2 ക്ലോറിൻ, ഒരു ക്ലോറിൻ ഇങ്ങോട്ട് കൊടുത്തു, ഒരു ക്ലോറിൻ ഇങ്ങോട്ട് കൊടുത്തു. ഡബിൾ ബോണ്ട് ഉള്ളത് എന്താക്കി? സിംഗിൾ ബോണ്ടാക്കി. വളരെ സിമ്പിൾ അല്ലേ മക്കളെ? ഇനി നോക്കണേ, CH ട്രിപ്പിൾ ബോണ്ട് CHലേക്കാണ് ഞാൻ H2 ചേർത്തതെങ്കിൽ മക്കൾ അവിടെ ആലോചിക്കുക, ട്രിപ്പിൾ ബോണ്ടാണ്, അപ്പോൾ എന്താക്കണം? ഡബിൾ ബോണ്ടാക്കി മാറ്റണം. ഒരു ബോണ്ട് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡബിൾ ബോണ്ട് എന്നാക്കി മാറ്റി. പിന്നെ ഹൈഡ്രജൻ അല്ലേ തന്നത്? ഓൾറെഡി ഒരു ഹൈഡ്രജൻ ഇവിടെ ഉള്ളൂ, അപ്പോൾ അതിലേക്ക് ഓരോ ഹൈഡ്രജൻ കൂടി വരുമ്പോൾ എന്തായി മാറും? CH2 ഡബിൾ ബോണ്ട് CH2 എന്നായി മാറും. ഓക്കെ, റെഡി അല്ലേ? ഇനി വേറെ ഒരു അഥവാ ടഫ് ആവുകയാണെങ്കിൽ എങ്ങനെ ക്വസ്റ്റ്യൻ വരും എന്നുള്ളത് മക്കൾ നോക്കുക. ഫോർ എക്സാമ്പിൾ CH3 CH ഡബിൾ ബോണ്ട് CH3 എന്നുള്ള ഒരു കോമ്പൗണ്ട് തന്നിട്ട് നിങ്ങളോട് പറയാണ് അതിലേക്ക് HCl ചേർക്കുന്നു എന്നാണ് ചോദ്യമെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം എന്തായിരിക്കും? മക്കൾ കമൻറ്റ് ബോക്സ് ചെയ്യുക. കിട്ടാത്തവരാണെങ്കിൽ ഇന്ന് ലൈവ് കാണുന്നതോട് കൂടിയിട്ട് അത് സെറ്റ് ആയിരിക്കും, അത് ക്ലിയർ ആക്കി മക്കൾക്ക് ഉറപ്പാണ് ഇങ്ങനെയുള്ള ഏത് പാറ്റേൺ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചെയ്യാവുന്ന രൂപത്തിൽ വരും. ഓക്കെ, അപ്പോൾ എന്തായാലും മക്കളെ ആ ലൈവ് മിസ്സാക്കരുതെന്നാണ് പറഞ്ഞതിന് ഉദ്ദേശം. ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ പോളിമറൈസേഷൻ ആണ്. മക്കളെ, മോണോമേഴ്സ് കമ്പൈൻ ചെയ്തിട്ട് പോളിമർ ആകുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. അതിൽ 5 ടൈപ്പ് പോളിമറൈസേഷൻ്റെ മക്കൾക്ക് പഠിക്കാനുണ്ട്. എത്ര ടൈപ്പാണ് പോളിമറൈസേഷൻ പഠിക്കാനുള്ളത്? 5 ടൈപ്പ് പോളിമറൈസേഷൻസ് പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തത് എന്താണ്? ഈഥീൻ പോളി ഈഥീൻ ആവുന്ന റിയാക്ഷനാണ്. അതായത് CH2 ഡബിൾ ബോണ്ട് CH2 എന്നുള്ളത്, യെസ്, അത് N എണ്ണം ഉണ്ടെങ്കിൽ അതിന് പോളിമറൈസേഷൻ സംഭവിച്ചിട്ട് CH2 സിംഗിൾ ബോണ്ട് CH2 എന്നായി മാറുകയും കൂടാതെ ആ N ഇവിടെ താഴെ എഴുതുകയും ചെയ്യാം. ഇതിൻ്റെ പേര് ഈഥീൻ എന്നാണെങ്കിൽ അതിൻ്റെ മുമ്പിൽ പോളി ചേർത്താൽ അതിൻ്റെ പോളിമറിൻ്റെ പേര് കിട്ടും, പോളി ഈഥീൻ എന്നാണ്. ഇങ്ങനെ 5 ടൈപ്പ് പോളിമറൈസേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടുന്ന് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇന്ന് ലൈവിൽ ചർച്ച ചെയ്യുന്നുണ്ട്. മക്കളെ മിസ്സാക്കരുത്. അത് എന്താ സാർ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ആ ലൈവിൽ അത്രക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എങ്ങനെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, റെഡി? ഇന്ന് വൈകിട്ട് ആയതുകൊണ്ടാണ് സാർ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. മക്കൾ അത് കാണണം കേട്ടോ ലൈവ്. അപ്പം അടുത്തതൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് CH2 ഡബിൾ ബോണ്ട് CHCl. ഇതിനെ പറയും ക്ലോറോ ഈഥീൻ. ക്ലോറോ ഈഥീന് മറ്റൊരു പേരുണ്ട് വിനൈൽ ക്ലോറൈഡ്. എന്താണ്? വിനൈൽ ക്ലോറൈഡ്. വിനൈൽ ക്ലോറൈഡിന് പോളിമറൈസേഷൻ സംഭവിച്ചാൽ എന്തുണ്ടാവുക? ഓക്കെ, ഇവിടെ ഉണ്ടാകും CH2 സിംഗിൾ ബോണ്ട് CH2. ഇവിടേക്കൊരു ബോണ്ട് ഇടുക. സോറി, CH2 അല്ല, Cl. ഇവിടെ N ഇട്ട് കൊടുത്താൽ ഇതാണ് പോളിവിനൈൽ ക്ലോറൈഡ് അഥവാ PVC. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ടെഫ്ലോൺ, അതേപോലെ തന്നെ എന്താണ് നാച്ചുറൽ റബ്ബർ. അപ്പം എന്തായാലും നാച്ചുറൽ റബ്ബറിൻ്റെ മോണോമറിൻ്റെ പേരെന്താ? ഐസോപ്രിൻ. ഓക്കെ, ടെഫ്ലോൺ എന്ന് പറയുമ്പോൾ എന്താണ്? ടെട്രാഫ്ലൂറോ ഈഥീൻ. മക്കളെ, അപ്പോൾ ഇതാണ് പോളിമറൈസേഷൻ റിയാക്ഷൻ എന്ന് വെച്ചാൽ. ഇനി അടുത്തത് എന്താണ്? പോളിമറൈസേഷൻ റിയാക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാനുള്ളത് കമ്പഷൻ റിയാക്ഷൻ ആണ്. വളരെ സിമ്പിളായിട്ട് പഠിച്ച മക്കളെ, ഏത് ഹൈഡ്രോ കാർബൺ കമ്പഷൻ നടന്നാലും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക,
നോക്കുക, അവിടെ ഉണ്ടാകുന്നത് എന്തായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആയിരിക്കും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും പ്രൊഡക്റ്റിൽ കണ്ടാൽ അപ്പോൾ നിങ്ങൾ ഉറപ്പിച്ചുകൊണ്ടു അതെന്താണ്? കമ്പഷൻ റിയാക്ഷൻ ആണ്. മക്കളെ എക്സാമ്പിൾ നോക്കാം. മീഥൈൻ ഗ്യാസ് കത്തുകയാണ്. CH4 എന്ന് പറഞ്ഞാൽ മീഥൈൻ ഗ്യാസ്. കത്തുക എന്ന് പറഞ്ഞാൽ ഓക്സിജൻ അല്ലേ, ഗ്യൂസ് ഇടുക. അവിടെ എന്താ ഉണ്ടാവുക? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആണ് ഉണ്ടാവുക. ഇനി അതല്ല, ബ്യൂട്ടൈൻ ഗ്യാസ് അഥവാ LPGയിലുള്ള ഗ്യാസ് ആണ് ബ്യൂട്ടൈൻ ഗ്യാസ്. അത് കത്തുകയാണെന്ന് വരുമ്പോൾ അപ്പോഴും ഇക്വേഷൻ എങ്ങനെ തന്നെ വരിക? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആണ് അവിടുത്തെയും പ്രൊഡക്റ്റുകളായിട്ട് വരിക. ഓക്കെ മക്കൾ, അപ്പോൾ എന്തിലേ ഡിഫറൻറ്റ് ഉണ്ടാവുള്ളൂ? അവിടെ നിങ്ങളുടെ ബാലൻസ് ചെയ്യുമ്പോൾ ഈ ഇക്വേഷനിൽ ഈ ബാലൻസ് ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ ഡിഫറൻസ് ഉണ്ടാവുകയുള്ളൂ, എണ്ണത്തിൽ മാത്രമേ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ ബാലൻസിങ് വരുമ്പോൾ ഈ ഒരു രൂപത്തിലാണ് വരിക. ഓക്കെ റെഡി. അപ്പോൾ എന്തായാലും ഈ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ് ഇവിടുത്തെ പ്രൊഡക്റ്റ് എന്നുള്ള ഐഡിയ ഉണ്ടാവുക. ഓക്സിജനുമായി കമ്പൈൻ ചെയ്യലാണ് കമ്പഷൻ അല്ലെങ്കിൽ ജ്വലനം എന്നുള്ള ഐഡിയ ഉണ്ടാവുക. ഇനി അവസാനമായിട്ടുള്ള ആ റിയാക്ഷൻ ഏതാണ്? തെർമൽ ക്രാക്കിംഗ്. പല ആളുകളും പല വട്ടം ചോദിച്ചിട്ടുള്ള കാര്യമാണ്. തെർമൽ ക്രാക്കിംഗ് എന്താ? തെർമൽ ക്രാക്കിംഗ് അഥവാ താപീയ വിഘടനം എന്താണെന്നുള്ളതാണ്. ആ പേരിൽ തന്നെ എന്താ? തേം എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റ് അഥവാ താപം എന്നാണ് അർത്ഥം. ക്രാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടിക്കുക, വിഘടിക്കുക എന്നാണ് അർത്ഥം. അഥവാ വലിയ വലിയ ഹൈഡ്രോ കാർബണുകളെ ചൂടാക്കി കഴിഞ്ഞാൽ അത് പൊട്ടിയിട്ട് ചെറിയ 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 ഹൈഡ്രോ കാർബണുകളാകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തെർമൽ ക്രാക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ നോക്കിയാലോ? നമുക്ക് എക്സാമ്പിൾ നോക്കാം കേട്ടോ മക്കളെ. നോക്കിക്കേ, CH3 CH2 CH3 ഇതിൻ്റെ പേരെന്താ? ദിസ് ഈസ് പ്രൊപ്പെയിൻ. 3 കാർബണും സിംഗിൾ ബോണ്ടുള്ള പ്രൊപ്പെയിൻ ആണിത്. ഈ പ്രൊപ്പെയിനിനെ തെർമൽ ക്രാക്ക് ചെയ്യാണ് അഥവാ ഹീറ്റ് ചെയ്താൽ ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ കിട്ടുന്നു CH4 മീഥൈനും പിന്നെ CH2 ഡബിൾ ബോണ്ട് CH2 ഈഥീനും. കണ്ടോ മക്കളെ, 3 കാർബണുള്ള ഒരു വലിയ ചെയിനിനെ 1 കാർബണും 2 കാർബണും ഉള്ള 2 സെപ്പറേറ്റ് കോമ്പൗണ്ട്സ് ആയിട്ട് പൊട്ടിച്ചു. ഇങ്ങനെ പൊട്ടിക്കുന്നതാണ് എന്ത്? തെർമൽ ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ. മറ്റൊരു എക്സാമ്പിൾ മക്കൾക്ക് വേണോ? നോക്കിക്കേ, C7H16 ഇതായത് ഹെപ്റ്റൈൻ എന്നാണ് ഇതിൻ്റെ പേര്. ഹെപ്റ്റൈൻ അല്ലേ? അതിൻ്റെ മോളിക്കുലാർ ഫോർമുല എഴുതിയെന്നുള്ളൂ. ഹെപ്റ്റൈനെ സാർ എന്താക്കുന്നു? ചൂടാക്കുന്നു. ഹെപ്റ്റൈനെ വേണമെങ്കിൽ ചെയിൻ ആക്കിയും വരയ്ക്കാം, അല്ലെങ്കിൽ ഈ രൂപത്തിൽ എഴുതാം കേട്ടോ. ഓക്കെ, എങ്ങനെയാണോ ക്വസ്റ്റ്യൻ വരുന്നത് അതിനനുസരിച്ച് ഡീൽ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇവിടെ കിട്ടുകയാണ് C4H10 പ്ലസ് C3H6 അഥവാ ഇവിടെ കിട്ടുന്നത് ഒന്ന് ബ്യൂട്ടൈനും പിന്നെന്താണ്? മറ്റൊന്ന് പ്രൊപ്പീനും. മക്കളെ ശ്രദ്ധിക്കുക, തെർമൽ ക്രാക്കിംഗ് താപീയ വിഘടനത്തിൽ എപ്പോഴും അവിടെ നടക്കുന്ന ആർക്കാണോ താപീയ വിഘടനം നടക്കുന്നത് അതെപ്പോഴും സാച്ചുറേറ്റഡ് ആയിട്ടുള്ള അഥവാ പൂരിതമായിട്ടുള്ള ഹൈഡ്രോ കാർബൺസ് ആയിരിക്കും. ഉണ്ടാകുന്ന പ്രൊഡക്റ്റുകൾ എപ്പോഴും ഒന്ന് സാച്ചുറേറ്റഡും ഒന്ന് അൺസാച്ചുറേറ്റഡും ആയിരിക്കും. ഇവിടെ കണ്ടോ, ഒന്ന് പൂരിതമാണ് ഒന്ന് അപൂരിതമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അതിൽ ഓർത്ത് വെക്കുക. ഇനി അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? വലിയ ഹൈഡ്രോ കാർബണുകളിൽ നിന്ന് ചെറിയ ഹൈഡ്രോ കാർബണുകൾ നിർമ്മിക്കാനായിട്ട് സാധിക്കും. പ്ലാസ്റ്റിക് പോലെയുള്ള വലിയ വലിയ ഹൈഡ്രോ കാർബണുകളെ തെർമൽ ക്രാക്കിംഗ് നടത്തി കഴിഞ്ഞാൽ അവിടെ പൊല്യൂഷൻ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് ഇവിടുത്തെ ഉപയോഗങ്ങളായിട്ട് വരുന്നത്. മക്കളെ, ഇതിൻ്റെ എല്ലാം കറക്റ്റ് എങ്ങനെയാണ് ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരിക, എങ്ങനെയൊക്കെയാണ് ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി തന്നെ ഇന്നത്തെ രാത്രിയിലെ ലൈവിൽ കൃത്യം 7:00 ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. മക്കളെ, എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടി വാ. ഒരു പേടിയും പേടിക്കേണ്ട കാര്യമില്ല. കൃത്യമായി അനലൈസ് ചെയ്തിട്ട് കൃത്യമായി കാര്യങ്ങൾ ഉൾക്കൊണ്ടാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു യാതൊരു വിധത്തിലുള്ള വിടുവായത്തങ്ങളോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ഒരുപാട് ഡയലോഗോ ഞങ്ങൾ അടിക്കുന്നില്ല. കാണിച്ചു തരിക എന്നുള്ളതാണ്, അഥവാ ചെയ്ത് കാണിച്ചു തരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഓക്കെ മക്കൾ, തീർച്ചയായിട്ടും കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്ക് നിങ്ങളെ കെമിസ്ട്രി എക്സാം മാറ്റാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ കൂടെ വരുമെന്നുള്ള പ്രതീക്ഷയോടെ ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ലൈവ് കാണാം. സൈനിങ് ഓഫ്.